മാഷ് പഴയ പല കാര്യങ്ങളും മറന്നുകൊണ്ടാണ് ഈ ഒന്നും പറഞ്ഞത്. മറന്നില്ല, എല്ലാം കാരണം മറക്കാണ്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് എല്ലാം മറക്കാണ്ട് ഞാൻ ഇടതുപക്ഷം പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്ന അല്ലയല്ല, സമയത്താണ് അല്ലയല്ല, ഭൂമി ഏറ്റെടുക്കലിനെതിരെ. അല്ലയല്ല, ഭൂമി അതുപോലെ ഏറ്റെടുക്കുന്നതിന് തന്നെ പോലും വികസനം വരുമ്പോൾ അവിടെ എന്തെങ്കിലും തടസ്സവുമായിട്ട് വരുന്നത് ഉമ്മൻചാണ്ടിന്റെ ഗവൺമെന്റിന്റെ കാലത്ത് 45 മീറ്റർ വീതിയിൽ റോഡ് ഏറ്റെടുക്കണമെന്ന് അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനാണ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞത്. അന്ന് ഞങ്ങൾ എതിർത്ത് വരികയല്ല ഇതേ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അതൊരു പരിഹാസ രൂപത്തിൽ പോലും പറയുന്ന കാര്യമാണ്. ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരിക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പക്ഷേ അതേ കാര്യങ്ങൾ തന്നെ ഭരണത്തിലിരിക്കുമ്പോൾ അതിനൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ തുടർച്ചയായിട്ട് 9 വർഷം ഭരണത്തിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിന് വികസനം ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ഇടതുപക്ഷം ഭരണപക്ഷത്തിരുന്നാലേ ഇതൊക്കെ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടൊരു ഭരണ തുടർച്ച ഇടതുപക്ഷത്തിന് കിട്ടിക്കോട്ടെ എന്ന് കിട്ടിക്കോട്ടെ ഞാൻ ചിന്തിക്കുന്നുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ്? പ്രതിപക്ഷത്ത് പോയി കഴിഞ്ഞാൽ എതിർക്കും. വെറുതെ പറയുന്നതാണ്. ഞങ്ങളൊന്നും എതിർക്കില്ല. ഞങ്ങൾ ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ടാണ് പ്രവർത്തിച്ചത്. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന പോലെ വികസനത്തിന് വോട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ വികസനം നടത്താൻ പാടില്ല എന്ന് ഈ പ്രതിപക്ഷം പറയുന്ന പോലെ ലോകത്ത് ഏതെങ്കിലും പ്രതിപക്ഷം പറയും? ഈ പ്രതിപക്ഷം ഒന്നും മിണ്ടുന്നില്ല. വികസനത്തിനെതിരെ ഒരു അക്ഷരം അവർ പറയുന്നില്ല. നല്ലോണം ഉണ്ടെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതല്ല ഗയൽ പദ്ധതിക്ക് അവരെതിരായിരുന്നില്ലേ? ലാസ്റ്റ് ചാർജിലേ നടത്തേണ്ടി വന്നത് കോഴിക്കോടിൻ്റെയും അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെയും അതിർത്തിയിൽ എല്ലാ വികസന പ്രവർത്തനവും ഹർത്താൽ പോലും അവർ വെച്ചിട്ടില്ല. പക്ഷേ ഹർത്താൽ എന്താ വെക്കാതിരുന്നത് എന്നുള്ള കേസ് പേടിച്ചിട്ടായിരിക്കും പറയുന്നത്. നിക്ഷേപകർക്ക് പേടിയില്ല. അതിനൊരു കാരണം എതിർക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നുള്ളത് കൂടിയാണ്. അവിടെ പ്രതിപക്ഷത്തിന് ഒരു ഭാഗമെങ്കിലും കൊടുക്കും. എതിർക്കാനുള്ള നല്ല ആളുണ്ട്. പക്ഷേ എതിർത്തതുകൊണ്ടൊന്നും ഇവിടെ ആ എതിർപ്പ് വിലപ്പോവില്ല. പക്ഷേ ആ പ്രതിപക്ഷ നേതാവ് നിങ്ങളോടൊപ്പം വേദി പങ്കിട്ടു, മുഖ്യമന്ത്രിയോടൊപ്പം വേദി പങ്കിട്ടു, അതിനൊരു മാതൃക കാണിക്കുകയും ചെയ്തു. അത് നല്ലത്. അതിന് ഞങ്ങൾ ഇവരല്ല, എല്ലാ വികസനത്തിനും എതിരായിട്ടുള്ള നിലപാടാണ് ഇവർ. ഏറ്റവും അവസാനം വിഴിഞ്ഞ പദ്ധതി പൊളിക്കാൻ തന്നെ നടന്നില്ലേ? നിങ്ങൾ അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്ന് എത്ര പ്രാവശ്യം, എത്ര നൂറുകണക്കിന് യോഗങ്ങളിൽ ഈ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള പ്രസംഗിച്ചില്ലേ? അങ്ങനെ വരികയാണെങ്കിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്ന സമയത്ത് CPM ഒക്കെ എതിർത്ത പദ്ധതിയാണ്. ഞങ്ങൾ അന്നും എതിർത്തിട്ടുണ്ട്. എന്തിനാണ്? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള കരാറിനെയാണ്. മാഷോട് സംസാരിക്കുമ്പോൾ രസകരമായി തോന്നുന്നത് ഈ പണ്ട് എതിർത്ത കാര്യങ്ങളെ ഇപ്പൊ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നില്ല. അതാണ് ഞാൻ നിങ്ങൾക്ക് അതിന്റെ സൂക്ഷ്മാംശം പരിശോധിക്കാണ്ടാണ് നിങ്ങൾ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സൂക്ഷ്മാംശത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ എതിർത്തിരുന്നില്ല. സ്വകാര്യ സർവകലാശാലകളെ എതിർത്തല്ലേ പക്ഷേ ഇവിടെ സ്വകാര്യ സർവകലാശാലകളെയും വിദേശ സർവകലാശാലകളെയും CPM അല്ലേ ഞങ്ങൾ എതിർപ്പാന്ന് അന്ന് മുതൽ ഇന്ന് മുതൽ വരുന്നു. വരട്ടെ, വരുന്നത് ഗവൺമെന്റ് അല്ലേ. ഇനി ഒരു കാര്യം നിങ്ങളോട് വിശദീകരിച്ചറിയാം. അത് നിങ്ങൾക്ക് മനസ്സിലാവാതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സൂക്ഷ്മാംശം പറഞ്ഞുതരാം. എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ അഭിമുഖം നിങ്ങളുടെ ഇഷ്ടമുള്ളതല്ലേ കൊടുക്കുള്ളൂ. കൊടുത്തു എന്നാൽ ഞാൻ പറഞ്ഞു കേൾക്ക്. CPIM-ന്റെ രാഷ്ട്രീയ നിലപാട് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ് അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അത് മനസ്സിലായില്ല ഇതുവരെ. ഇതൊക്കെ മനസ്സിലാക്കണം.